ഉടമ്പടി നവീകരണം ഇസ്രായേലിന്റെ രക്ഷായാത്രയിലെ സുപ്രധാന സംഭവങ്ങളിൽ ഒന്നാണ്. സ്വർണ്ണക്കാളക്കുട്ടിയെ ഉണ്ടാക്കി ഒന്നാം പ്രമാണം ലംഘിച്ച ഇസ്രായേൽ ജനത്തിനു വേണ്ടി മോശ മാധ്യസ്ഥം വഹിക്കുന്നു. ദൈവം കരുണ വർഷിക്കുന്നു. വീണ്ടും അവരെ തിരിച്ചു പിടിക്കുന്നു. മോവാബ് സമതലത്തിൽ ഇസ്രായേൽക്കാരെ നിരത്തിയിരുത്തിക്കൊണ്ട് മോശ നിയമം ആവർത്തിക്കുന്നു. ദൈവം ഇതുവരെ അവരുടെ ജീവിതത്തിൽ ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിയമമനുസരിച്ച് ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ജീവിക്കാൻ, വിശ്വസ്തയോടെ ജീവൻ തെരഞ്ഞെടുക്കുവാൻ അവർക്ക് ആഹ്വാനം നൽകുന്നു. ഈ ഉടമ്പടി നവീകരണം ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ മുഴുവൻ പിന്നീട് പ്രവാചകന്മാരെല്ലാവരും ആവർത്തിക്കുന്നത് ഇതുതന്നെയാണ്. അവസാനം ജെറമിയ 31-ാം അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുന്ന പുതിയ കൽപ്പന, ഹൃദയത്തിൽ എഴുതിയ കൽപ്പന, അതിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്തു തൻ്റെ മാംസരക്തങ്ങൾ നൽകിക്കൊണ്ട് പൂർത്തിയാക്കുന്ന പുതിയ ഉടമ്പടി. അങ്ങനെ ക്രിസ്തു യഥാർത്ഥ മധ്യസ്ഥനായി മാറുന്നു, രക്ഷയിലേക്ക് നമ്മെ വീണ്ടെടുക്കുന്നു. ഉടമ്പടി നവീകരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, രക്ഷ എന്ന് പറയുന്നത് ഒരു സംഭവമല്ല, മറിച്ച് ഓരോ കാലഘട്ടത്തിലെയും ഓരോ ജനതയും വീണ്ടും വീണ്ടും ആവർത്തിച്ച് സ്വന്തമാക്കേണ്ട ഒരു അനുഭവമാണ്. ദൈവത്തോട് കൃത്യമായി നിരന്തരമായി പ്രത്യുത്തരിക്കുവാനുള്ള വിളിയാണത്. ഈ നോമ്പുകാലം നമുക്ക് ദൈവം നൽകിയ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് വീണ്ടും ഒന്നോർക്കാൻ, ദൈവത്തോടുള്ള ഉടമ്പടി നവീകരിച്ചുകൊണ്ട് ദൈവത്തോട് വിശ്വസ്തരായി നിരന്തരം തുടരാൻ സാധിക്കുമോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.